നമസ്കാരം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങിയാൽ അതിന്റെ ആദ്യത്തെ 24 മണിക്കൂർ എങ്ങനെയായിരിക്കുമെന്ന്? കേൾക്കുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്നില്ലേ? അപ്പോ ഇന്ന് നമ്മൾ അങ്ങനെയൊരു സാങ്കല്പിക സാഹചര്യത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോകുകയാണ്. അതെ, വെറും 24 മണിക്കൂർ. അത്രയും സമയം മതി നമ്മുടെ ഈ ലോകം മൊത്തത്തിൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം മാറിമറിയാൻ. ഈ ഒരു വിശകലനത്തിൽ ഓരോ മണിക്കൂറിലും എന്തൊക്കെ സംഭവിക്കാമെന്നതിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ആദ്യത്തെ മണിക്കൂർ, ഇതാണ് ആഗോള മുന്നറിയിപ്പിന്റെ സമയം. എല്ലാം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ലോകത്തിന്റെ എല്ലാ കോണിലും സൈറനുകൾ ഒരേ സമയം മുഴങ്ങാൻ തുടങ്ങുന്നു. നിങ്ങൾ മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശം മുഴുവൻ യുദ്ധവിമാനങ്ങളാണ്. ടി വി വെച്ചാലോ ലോക നേതാക്കളെല്ലാം അപ്രത്യക്ഷരായിരിക്കുന്നു. അവരൊക്കെ സുരക്ഷിതമായ ബങ്കറുകളിലേക്ക് മാറിയിട്ടുണ്ടാവാം. നമ്മൾ പേടിച്ചിരുന്ന ആ കാര്യമുണ്ടല്ലോ, അത് യാഥാർത്ഥ്യമാവുന്ന ആദ്യത്തെ നിമിഷങ്ങളായിരിക്കുമത്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ആക്രമണങ്ങൾ. ഇതോടുകൂടി സൈനികവും സാമ്പത്തികവുമായ തകർച്ച തുടങ്ങുകയാണ്. ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. ആദ്യത്തെ മണിക്കൂറിൽ ആ മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 6 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ വളരെ വേഗത്തിൽ മോശമാകും. വെറും 24 മണിക്കൂർ തികയുമ്പോഴേക്കും ലോകം സമ്പൂർണമായ ഒരു യുദ്ധത്തിലേക്ക് വീണിട്ടുണ്ടാകും. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഈ ആക്രമണം വെറുമൊരു സൈനിക നീക്കം മാത്രമല്ല, അതൊരു 2 തലത്തിലുള്ള ആക്രമണമാണ്. ഒരു ഭാഗത്ത് മിസൈലുകൾ അതിർത്തികളിലും സൈനിക ക്യാമ്പുകളുമൊക്കെ വീഴുമ്പോൾ, മറുഭാഗത്ത് അതിനേക്കാൾ വലിയൊരാക്രമണം നടക്കുന്നുണ്ടാവും സൈബർ ലോകത്ത്. ലോകത്തെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ. സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ കൂപ്പുകുത്തും. ലോകം മുഴുവൻ ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിലേക്കെത്തും. ഇനി 7 മുതൽ 12 വരെയുള്ള മണിക്കൂറുകൾ. ഈ സമയത്താണ് സമൂഹം ശരിക്കും നിശ്ചലമായി തുടങ്ങുന്നത്. നമ്മുടെയൊക്കെ സാധാരണ ജീവിതം അവസാനിക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരായ നമുക്ക് കിട്ടാൻ പോകുന്ന ആദ്യത്തെ വലിയ പ്രഹരം ഇതായിരിക്കും. രാജ്യങ്ങളുടെ അതിർത്തികളെല്ലാം അടയ്ക്കും. പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. നിങ്ങൾ എവിടെയാണോ അവിടെ കുടുങ്ങിപ്പോകുന്നൊരവസ്ഥ. സഞ്ചാര സ്വാതന്ത്ര്യം എന്നൊരു സംഭവം തന്നെ ഇല്ലാതാവും. ഒരാൾക്കും ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ പറ്റില്ല. വിമാനത്താവളങ്ങളൊക്കെ അടച്ചുപൂട്ടുന്നതോടെ ഓരോ രാജ്യവും പുറംലോകവുമായി ബന്ധമില്ലാത്ത ഓരോ തുരുത്തുകളായി മാറും. ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു പേടിയുണ്ടല്ലോ, അത് ആളുകളിലേക്ക് പടരും. സ്വാഭാവികമായും എല്ലാവരും കടകളിലേക്ക് ഓടും. ഭക്ഷണത്തിനും വെള്ളത്തിനും മരുന്നിനുമൊക്കെ വേണ്ടിയുള്ള ആ നെട്ടോട്ടം. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കടകളെല്ലാം കാലിയാക്കും. അത്യാവശ്യ സാധനങ്ങൾക്കൊന്നും കിട്ടാത്ത അവസ്ഥ വരും. ഇനി അവസാനത്തെ 12 മണിക്കൂറാണ്. ഇവിടെയാണ് യുദ്ധം അതിന്റെ പൂർണ്ണ രൂപത്തിലേക്കെത്തുന്നത്. സംഘർഷം ഒരു രാജ്യത്തോ 2 രാജ്യത്തോ ഒതുങ്ങില്ല. അതൊരു ആഗോള പ്രതിഭാസമായി മാറും. ഈ ഒരു താരതമ്യം കണ്ടോ? ഇത് കാര്യങ്ങൾ എത്ര വേഗമാണ് വഷളാകുന്നതെന്ന് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ആദ്യത്തെ 12 മണിക്കൂർ കുറച്ചു സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളും സാമ്പത്തികമായ പേടിയുമൊക്കെയാണെങ്കിൽ, അടുത്ത 12 മണിക്കൂറിലേക്ക് കടക്കുമ്പോഴേക്കും സംഭവം മാറുകയാണ്. ഇത് ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധമായി മാറുന്നു. ഇതൊരു തകർച്ചയല്ല, ഇത് സമ്പൂർണ്ണ യുദ്ധമാണ്. ഈ ഘട്ടത്തിലെ യാഥാർത്ഥ്യം വളരെ ക്രൂരമാണ്. യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. സൈനിക താവളങ്ങളുള്ള നഗരങ്ങളൊക്കെ പൂർണ്ണമായും അടച്ചിടും. സാധാരണ ജനങ്ങളോട് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് കർശനമായ നിർദ്ദേശം വരും. അങ്ങനെ 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് പൂർണ്ണമായും മാറിയൊരു ലോകത്തെയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ച മാറ്റം ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമായിരിക്കും. അതെ, വെറും 24 മണിക്കൂർ. ചിന്തിച്ചു നോക്കൂ, ഇത്രയധികം ഭീകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടിവന്നത് ആ ഒരൊറ്റ ദിവസം മാത്രമാണ്. ഒരു തലമുറയെ മുഴുവൻ മാറ്റിമറിക്കാൻ ശക്തിയുള്ള സംഭവങ്ങൾ മണിക്കൂറുകൾക്കുള്ളിലാണ് അരങ്ങേറിയത്. നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ എല്ലാം കാതലായ ആശയം ഈ ഒരൊറ്റ വാചകത്തിലുണ്ട്. നമ്മുടെ ഈ ആധുനിക ലോകം എത്രത്തോളം ദുർബലമാണെന്നും എല്ലാം തകിടം മറിയാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ലെന്നും ഇത് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വിശകലനം ഇവിടെ നിർത്തുമ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയാവുന്നുണ്ട്, അല്ലേ? വർഷങ്ങളെടുത്തു വരുന്ന ഒരു പ്രതിസന്ധിയല്ല, വെറും മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കുന്ന ഒന്നിനെ നേരിടാൻ നമ്മുടെ ഈ സിസ്റ്റങ്ങളൊക്കെ എത്രത്തോളം തയ്യാറാണ്? നമ്മൾ കെട്ടിപ്പൊക്കിയ ഈ ലോകം എത്ര പെട്ടെന്നാണ് തകർന്നു വീഴാൻ സാധ്യതയുള്ളത്? അടുത്ത തവണ കാണുന്നതുവരെ ഇതിനെക്കുറിച്ചൊക്കെയൊന്ന് ചിന്തിക്കുക.